ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ +2 സ്റ്റുഡൻസിന് വേണ്ടി എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊരു നീതി കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വേറെ ഒന്നുമില്ല, റീസെൻ്റ്ലി ഇപ്പോൾ +2 എക്സാമിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ റീസെൻ്റ്ലി വന്ന ക്വസ്റ്റ്യൻസിനെ കുറിച്ചാണ് പറയാൻ വന്നത്. ഈ 2 വർഷക്കാലം കുഞ്ഞുങ്ങൾ വളരെ കഷ്ടപ്പെട്ട് അവരുടെ ജീവിതത്തിൻ്റെ നിർണായകമായ വഴിത്തിരിവ് എന്നുള്ള നിലയിലുള്ള ഒരു എക്സാമിനേഷനാണ് ഈ മാതിരി പന്ന ക്വസ്റ്റ്യൻ കൊടുത്ത് പിള്ളേരെ കുഴച്ച് കളഞ്ഞു. കാരണം കുഞ്ഞുങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി 2 വർഷം പഠിച്ചിട്ട് എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി എക്സാം സെൻറ്ററിൽ ചെന്നപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടതേ പിള്ളേരുടെ എല്ലാം കഴിഞ്ഞ് അവർ ബ്ലാങ്ക് ആയി പോകുന്നൊരവസ്ഥയായി. അപ്പം ആദ്യം ഒരു മോഡൽ എക്സാമിനേഷൻ നടത്തി, എന്ത് പ്രയോജനം? സാധാരണ ഈ മോഡൽ എക്സാമിനേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ഈ എക്സാമിനേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ അക്കാഡമിക് ഇയറിൽ ഈ കുട്ടികൾ എന്ത് പഠിച്ചു അതിനെക്കുറിച്ചല്ലേ. നമ്മൾ അത്യാവശ്യം ഏതൊരു എക്സാമിനും ടഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം, പക്ഷെ ടോട്ടലി മൊത്ത ക്വസ്റ്റ്യനും ടഫായ കുട്ടികൾ എന്ത് ചെയ്യണം? ഇത് നിർണായകമായിട്ടുള്ള ഒരു വഴിത്തിരിവ് വരേണ്ട എക്സാമിനേഷനിൽ അവരോട് കാണിച്ച കൊടും ക്രൂരത അല്ലെങ്കിൽ ചതി. ഒരു പേപ്പറൊക്കെ നമുക്ക് ഓൾറെഡി ഇച്ചിരി ടഫാകാം, എല്ലാ പേപ്പറും ഒരേ മോഡൽ അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറ്റുന്നതിന് മുമ്പ് ഇവർ മോഡൽ എക്സാമിൽ എന്തെങ്കിലും ഒരു ചെറിയ ക്ലൂ എങ്കിലും കൊടുക്കേണ്ടതായിരുന്നു. കാരണം ഈ ഒരു മോഡൽ വരും, അല്ലെങ്കിൽ ഈ അക്കാഡമിക് ഇയർ തുടങ്ങുമ്പോൾ തന്നെ ടീച്ചേഴ്സിന് പ്രത്യേക ട്രെയിനിങ് കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഈ രീതിക്കായിരിക്കാം ക്വസ്റ്റ്യൻ, നമ്മൾ പാറ്റേൺ മാറ്റുവാണ്, ഇങ്ങനെയുള്ള ഒരു ധാരണ ഒരു ടീച്ചേഴ്സിനോ അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻസിൻ്റെയോ ഇടയിലില്ല. എല്ലാ കുഞ്ഞുങ്ങളും സാധാരണ രീതിയിൽ ഉറക്കമുളച്ചും രാവിലത്തെ പഠനങ്ങളും വെളുപ്പംകാലത്തുണ്ടെന്ന് പഠിക്കുകയും ഫുഡ് പോലും കഴിക്കാൻ സമയമില്ല. എൻ്റെ സിസ്റ്ററിൻ്റെ മോള് +2-നാണ്. അവളുടെ ഈ എക്സാമിൻ്റെ ഈ ഒരു മോശ അവസ്ഥ ഓവർകം ചെയ്യുന്നത് കണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ മുന്നോട്ട് വന്നത്. രാത്രിയെന്നില്ല പകലെന്നില്ല എപ്പോഴും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഇതിന് യാതൊരു പ്രയോജനവും ഇല്ലാതെ ഫിസിക്സിൻ്റെ മോഡൽ എക്സാം വന്നിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും ആ മോഡലിൽ വരാൻ പറ്റുന്ന 14 ചാപ്റ്റേഴ്സും പഠിച്ചു. അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും റിവൈസ് ചെയ്തു. എല്ലാം പോയ ആൾ എക്സാം ഹാളിൽ ചെന്നിട്ട് എന്തെഴുതണം അല്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് അറിയാതെ ഇരുന്ന് അത്യാവശ്യം അറിയാവുന്ന, കാരണം ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് വേറെ മോഡൽ, അപ്പോൾ അവർക്ക് അറിയാവുന്ന അതിനോട് കണക്ട് ചെയ്ത് എന്തൊക്കെയോ എഴുതി വെച്ചിട്ട് പോകുന്നു. വന്നു കയറിയപ്പോൾ തൊട്ട് ആകെ ടെൻഷനായി, അയ്യോ എനിക്ക് ഈ ഫിസിക്സിന് A+ കിട്ടത്തില്ല. അപ്പോൾ അവരുടെ പ്രതീക്ഷയാണ്, കാരണം +2 കഴിഞ്ഞിട്ട് വേണമല്ലോ അവർക്ക് അവരുടെ ജീവിതത്തിൽ മെയിനായിട്ടുള്ളൊരു കരിയർ എടുക്കേണ്ടത്. അപ്പോൾ എനിക്കതിന് മാർഗ്ഗം കാണത്തില്ല, ഞാൻ എന്ത് ചെയ്യും? അങ്ങനെയുള്ള ടെൻഷൻ. അപ്പോൾ ഞങ്ങൾ സമാധാനിപ്പിച്ച്, ഫിസിക്സ് മോശമാണെങ്കിൽ പോട്ടെ, സാരമില്ല, അടുത്ത എക്സാമിന് നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാം, അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊടുക്കാം. പക്ഷേ അടുത്ത എക്സാം വന്നപ്പോഴും ഇത് തന്നെ കെമിസ്ട്രി. എന്തിന് ഇവർ മോഡൽ പരീക്ഷ നടത്തി? അതിൻ്റെ എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നോ? എക്സാമിനേഷൻ നടത്തുന്നതിൽ കുട്ടികളുടെ മെൻ്റലി അവർ ഓക്കെ ആണോ, അല്ലെങ്കിൽ അവർ അത് എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് വേണം ക്വസ്റ്റ്യൻ. ഇതുവരേക്കും ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ വേറെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസിനകത്തൊന്നും തന്നെ കാണുന്നില്ല. എല്ലാം ഓക്കെ, നമ്മൾ പിള്ളേർ പഠിച്ച് അത് എത്രത്തോളം അവർക്ക് എക്സാമിലൂടെ എഴുതാൻ പറ്റും, അല്ലെങ്കിൽ അവരുടെ മികവ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ സാധാരണ എക്സാം നടത്തുന്നത്. പക്ഷേ ഈ ഒരു എക്സാം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം കുട്ടികൾ ഇപ്പം ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും ഓരോ ദിവസം കഴിയുമ്പം കൂടുതൽ കുഴപ്പിക്കുന്ന ചോദ്യങ്ങളാണ്. ഇത് കണ്ടിട്ട് ഇനി വരാനിരിക്കുന്ന മാത്സിനെ അവർ എങ്ങനെയാണ് കാണുന്നതെന്ന് അവർക്ക് പഠിക്കാൻ വയ്യ. എവിടെയെങ്കിലും പോയി ചത്താലോ എന്ന് വരെ വിചാരിക്കുക. നമ്മുടെ ഈ യങ് ജനറേഷനാണ് നാളത്തെ നെടുന്തൂണായിട്ട് വരേണ്ടത്. അവരുടെ ജീവിതം ഇങ്ങനെ നശിപ്പിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എക്സാമിനേഷൻ നടത്താം, അതിൽ ഒരു ഫുൾ മാർക്ക്, എപ്പോഴും A1 കിട്ടുന്ന കുട്ടികളെ മാത്രം പരിഗണിച്ചിട്ട് കാര്യമില്ല. ഒരു ആവറേജ് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കാം, ബിലോ ആവറേജ് ഉണ്ടായിരിക്കണം. ഇവരുടെ എല്ലാം ബേസ്മെൻ്റാണ് ഈ +2 എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു +2 ക്വസ്റ്റ്യന് കുറച്ചും കൂടി കുട്ടികളെ അവരെ സപ്പോർട്ടീവായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആവാമായിരുന്നു, അല്ലെങ്കിൽ ഇവർക്ക് നേരത്തെ ഒരു ട്രെയിനിങ് കൊടുക്കണമായിരുന്നു. അല്ലെങ്കിൽ മോഡൽ എക്സാമിനകത്ത് എന്തെങ്കിലും, മോഡൽ എക്സാം വളരെ സിമ്പിളായിരുന്നു. A1 A+ കിട്ടും എന്നുള്ളൊരു രീതിക്കാണ് മോഡൽ എക്സാം എഴുതി വന്ന സന്തോഷത്തോടെ വന്ന കുഞ്ഞുങ്ങൾ ഇന്ന് കരഞ്ഞുകൊണ്ടാണ് പരീക്ഷ ഹോളിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. അവരോട് നമ്മൾ ചില പേരൻസ് ആദ്യത്തെ എക്സാം മോശമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഞങ്ങൾ പറഞ്ഞു നീ കുറച്ചും കൂടി പഠിക്കാമായിരുന്നു. പക്ഷേ പിന്നീട് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നീറ്റ് മോഡലാണ്. ആ നീറ്റ് മോഡൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പം അതിനുള്ള ഒരു പ്രാക്ടീസ് കൊച്ചുങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അവർക്കത് എഴുതണ്ടേ? അവർ പഠിച്ച ഭാഗത്തുനിന്ന് ഇല്ലാത്ത സിലബസുകൾ
ഏതൊക്കെ സിലബസ് വരുമെന്നുള്ള ഒരു ധാരണയില്ല. കുഞ്ഞുങ്ങൾ രാവിലെ തൊട്ടിരുന്ന് എല്ലാ ചാപ്റ്റേഴ്സും വിടാതെ റിവൈസ് ചെയ്യുക. അവിടെ ചെന്നിട്ട് പരീക്ഷ ഒന്നും എഴുതാൻ പറ്റാത്ത അവസ്ഥയെന്ന് പറയുമ്പോൾ മെൻ്റലി അവർ എത്ര മാത്രം ഡിസ്റ്റർബൻസ് ആയി അനുഭവിച്ചത്. ഇപ്പോഴും മാത്സിൻ്റെ എക്സാം ഞങ്ങൾ പഠിക്കണോ? ഇനി പഠിച്ചിട്ട് എന്ത് വരും? എങ്ങനെ എഴുതും? ബാക്കിയുള്ളത് എല്ലാ സബ്ജക്ട്സും ഇങ്ങനെ വന്നേക്കുന്നത് എന്ത് ചെയ്യും? +2 മാർക്കില്ലെങ്കിൽ എങ്ങനെ ഒരു അഡ്മിഷൻ കിട്ടും? അങ്ങനെ പലമാതിരി പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കാണുന്ന പേരൻസിൻ്റെ മാനസികാവസ്ഥ, ഈ കുട്ടികളുടെ മാനസികാവസ്ഥ, ഇതെല്ലാം ഓർത്തപ്പോഴാണ് ഞാനിങ്ങനൊരു വീഡിയോസ് ചെയ്തത്. കുഞ്ഞുങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു, പക്ഷേ അതിന് ഫലം കിട്ടാതെ വരുന്ന ഒരവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ദയനീയം, വളരെ ദുഃഖകരം. ഇതിനെന്തെങ്കിലും ഒരു നീതി കിട്ടിയിരുന്നെങ്കിലെന്ന് ആലോചിക്കുകയാണ്. ഈ എക്സാമിനേഷൻ ഒന്ന് മാറ്റിയെടുക്കുമോ, അങ്ങനെ എന്തെങ്കിലും ഒരു ഫോർമുല ഉണ്ടായിരുന്നെങ്കിൽ ഈ പല കുഞ്ഞുങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേനെ. പലരും പ്രതീക്ഷിച്ച കോഴ്സുകളിൽ ചേരാൻ പറ്റാത്തതിൻ്റെ നിരാശ, കുട്ടികൾ വീട്ടിൽ വന്നാലും ഫുഡ് കഴിക്കാൻ പോലും കൂട്ടാകാതെ വിഷമിച്ച് കരയുകയാണ്. ഈ ഒരു അവസ്ഥ എങ്ങനെ ഓവർകം ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ ഈ ഒരു സങ്കടം കണ്ടിട്ട് എൻ്റെ സിസ്റ്ററിൻ്റെ മോളുടെ സങ്കടം കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് തന്നെ. കുട്ടികൾ അത്രത്തോളം മാനസികമായിട്ട് ടെൻഷനായിട്ടിരിക്കുന്നു. അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ട സമയമാണ്. പല പേരൻസും ഇത് തന്നെയാണ്, സപ്പോർട്ട് ചെയ്യാം, വരുന്ന പോലെ വരട്ടെ എന്ന് പറയുന്നത്. എങ്കിലും കുഞ്ഞുങ്ങളുടെ ഭാവിയാണ്, നാളത്തേക്കുള്ള അവരുടെ പ്രതീക്ഷകളാണ് തല്ലിക്കത്തി കളഞ്ഞത്. അപ്പോൾ ഇതുവരേക്കും ഇതിനു വേണ്ടിയുള്ള ഒരു പ്രതികരണങ്ങളൊന്നും വന്നതായിട്ട് അറിയാൻ പറ്റുന്നില്ല. എന്താകുമെന്ന് അറിയത്തില്ല. ഓരോ കൊച്ചുങ്ങളുടെയും 2 വർഷത്തെ പ്രയത്നം ഒരു ഫലവും കാണാതെ പോകുന്ന അവസരത്തിൽ വിഷമമുണ്ട്. ഇതിനെ എങ്ങനെ പിള്ളേർ ഓവർകം ചെയ്യുമെന്നറിയില്ല. നിങ്ങൾ ഓരോരുത്തരുടെയും ശ്രദ്ധ, ഇത് കാണുന്നവർ ഓരോരുത്തരും സപ്പോർട്ടീവായിട്ട് സംസാരിക്കണം. കാരണം കുഞ്ഞുങ്ങൾ നാളെയും അവർക്ക് നല്ല ഭാവി ഉണ്ടാകണം. അവർ പഠിക്കുന്നതും അവരുടെ വിദ്യാഭ്യാസത്തെ എത്രത്തോളം ഇത് ബാധിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പം അത് കാരണം എല്ലാവരും ഈ ഒരു വിഷയം അത് സീരിയസ് ആയിട്ട് എടുക്കണം. അതിന് നല്ലൊരു പരിഹാരം അല്ലെങ്കിൽ നല്ലൊരു നീതി ഈ +2 കുട്ടികൾക്ക് കൊടുക്കണമെന്നാണ് പറയുന്നത്. ഇതിനോടൊപ്പം എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട്. അത് നമ്മുടെ +1 ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവന്ന് വെച്ചേക്കുന്നത് ഈ മെയിൻ ആനുവൽ എക്സാമിൻ്റെ ഇടയ്ക്കാണ്. അതെങ്ങനെ ഈ പിള്ളേർ ഓവർകം ചെയ്യും? എത്രയോ ടൈം ഉണ്ടായിരുന്നു, ആ +1 എക്സാം കഴിഞ്ഞിട്ട് എത്രയോ മന്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനിടയിൽ എപ്പോഴെങ്കിലും ഈ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ നടത്താമായിരുന്നു. ആ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ നടത്താതെ ഇപ്പോൾ ഈ മെയിൻ എക്സാമിൻ്റെ കൂടെ, അപ്പോൾ കുട്ടികളെ അത് കുറച്ചും കൂടി മെൻ്റലി എത്രത്തോളം പ്രഷറാക്കുമെന്ന് നമ്മൾ ആലോചിക്കണം. ഒന്നാമത് ഈ +2 എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു മാനസികാവസ്ഥ ഈ ഇമ്പ്രൂവ്മെൻറ്റിനെയും ബാധിക്കും. അപ്പോൾ എല്ലാം കൊണ്ടും ഈ കുഞ്ഞുങ്ങളുടെ അവസ്ഥ വളരെ മോശമെന്നല്ല, ദയനീയമെന്ന് തന്നെയാണ് പറയാൻ പറ്റുക. കാരണം ഈ കുഞ്ഞുങ്ങൾ എത്രത്തോളം ടെൻഷൻ ഓവർകം ചെയ്തെങ്കിൽ മാത്രം അവർക്ക് മുന്നോട്ടുള്ള ഭാവി ഓക്കെ ആക്കാം. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ആലോചിച്ച് നോക്കേണ്ട ഒരു സമയം കൂടിയാണ്. ഇമ്പ്രൂവ്മെൻറ്റിലും ഇനി ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണ് വരുന്നതെങ്കിൽ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ +2 കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഒരു നീതി ലഭിക്കും. അവർക്ക് എന്തെങ്കിലും ഇതിനെതിരായിട്ടൊരു നല്ല പ്രവൃത്തി ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ എൻ്റെ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് ഓവർകം ചെയ്യുമെന്നുള്ള വിശ്വാസത്തിൽ ഞാനിപ്പോൾ നിർത്തുകയാണ് എൻ്റെ വീഡിയോ. അപ്പോൾ ഓക്കെ, ബൈ, സീ യു. താങ്ക് യു.